ഹായ് ചങ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ചാനൽ RD വ്ളോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ മാൽദീവ്സ് പോയപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ്. ഈ മാൽദീവ്സ് എന്ന് പറയുന്ന മാതിരി എല്ലാവരും പറയുന്ന പോലെ അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും മസ്റ്റ് വാച്ച് എന്ന് പറയുന്നൊരു സംഭവമാണ് സ്നോർക്കലിംഗ് എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ബോട്ടിൽ നടുക്കടൽ കൊണ്ടാകും. ലൈഫ് ജാക്കറ്റ് ധരിച്ച് നമ്മളെ കടലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കും. ഈ കാണുന്ന പോലെ ഇത് നമുക്ക് ഉൾക്കടലിൽ നിന്ന് ഒരുപാട് വർണ്ണശബളമായ മത്സ്യങ്ങളെ കാണാൻ പറ്റും. പല തരത്തിലുള്ള പല രൂപത്തിലുള്ള നമ്മൾ കാണാത്ത മത്സ്യങ്ങളെ കാണാൻ പറ്റും. നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഭക്ഷണം ഇടുന്ന സമയത്ത് മത്സ്യങ്ങളെല്ലാം നമ്മുടെ അടുത്തേക്ക് വരും. ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അവർ നമ്മുടെ ലൈവ് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കും. ഇത് അവർ പിന്നീട് നമുക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതേ സംഭവം പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും ഇത്ര എക്സ്പെൻസീവ് അല്ല. ഇതൊരു മസ്റ്റ് വാച്ച് സംഭവമാണ്. വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണത്. നമ്മൾ കാരണം വെള്ളത്തിനടിയിൽ കടലിനടിയിൽ പവിഴങ്ങളും പുറ്റങ്ങളും പലതരത്തിലുള്ള മത്സ്യങ്ങളെയും കണ്ടിങ്ങനെ നീങ്ങി പോകുക എന്നുള്ളത് ഭയങ്കര വ്യത്യസ്തമായൊരു അനുഭവമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവം ഇത്രയും യാത്രക്കിടയിൽ ഇതൊരു സംഭവമാണ്. ഇത് വളരെ നല്ലതാണ്, മസ്റ്റ് വാച്ചാണ്. അല്ലാതെ വേറെ വലിയ സംഭവമായിട്ട് മാൽദീവ്സ് എനിക്ക് തോന്നിയിട്ടില്ല. കണ്ടില്ല, വ്യത്യസ്തമായ പവിഴങ്ങളും പുറ്റുകളും നമുക്ക് കാണാൻ പറ്റും. ഉൾക്കടൽ കാഴ്ച എന്ന് പറയുന്നത് കടലിൻ്റെ അടിയിലുള്ള കാഴ്ച നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. നമുക്ക് സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് വളരെ നല്ലൊരു വ്യത്യസ്തമായൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഒഴിവാക്കരുത്. ഇത് മാത്രമേ കാണാനുള്ളൂ എന്നാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കറൻസി ഇന്ത്യൻ മണി ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യണം. ഒരിക്കലും അവിടുത്തെ കറൻസിയായിട്ട് കൺവേർട്ട് ചെയ്യരുത്. അവർ പലതും പറയും, നമ്മൾ ഒരിക്കലും അവിടുത്തെ കറൻസി കൺവേർട്ട് ചെയ്യരുത്. ഡോളറായിട്ട് കൺവേർട്ട് ചെയ്താൽ അവിടുത്തെ എല്ലാ കടകളിലും, വലുതും ചെറുതുമായ എല്ലാ കടകളിലും ഡോളർ എടുക്കും. നമുക്ക് ബാക്കി വന്ന ഡോളർ തിരിച്ചു കൊണ്ടുവന്ന് നാട്ടിൽ നിന്ന് മാറ്റാനും എളുപ്പമാണ്. അവിടുത്തെ കറൻസി ഇവിടെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പോകുന്നവർ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഈ കറൻസിയുടെ കാര്യം. താങ്ക് യു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ് യു.